വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പങ്കുവെക്കാനുള്ളത്. ഒന്ന്, എൻ്റെ നാട്ടിലെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനായ ഇബ്രാഹിം സഖാഫി പുഴുക്കാട്ടിരിക്കുന്ന പേരുള്ള വലിയ പ്രഭാഷകൻ വന്നു. ഞാൻ അദ്ദേഹത്തിന് നേരിൽ പോയി കണ്ടു. മാഷാ അല്ലാഹ്, വലിയൊരു സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെ നേരിൽ കാണുന്നത് തന്നെ ആദ്യമാണ്. പ്രസംഗം തന്നെ ഒരു 10 മിനിറ്റ് മാത്രം കേൾക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ എന്തോ ഒരു ഹിക്മത്ത് ഉണ്ട് കേട്ടോ. ആ പ്രസംഗം ഞാൻ മുഴുവനായിട്ട് മണിക്കൂറുകളോളം കേട്ടു. ഇൻഷാ അല്ലാഹ് ആ ഒരു സന്തോഷം പങ്കുവെക്കാനുണ്ട്. അതിനോടൊപ്പം നമ്മളൊരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം. വല്ലാത്തൊരു ഷോക്കിംഗ് ആയൊരു മരണം. കണ്ണൂർ പാനൂരിൽ നിന്ന് ഫാത്തിമാറാന എന്ന പേരുള്ള ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഒരു അക്ഷയ സെൻറ്റർ, ഗ്ലോബൽ ടെക് എന്ന് പേരുള്ള ഒരു അക്ഷയ സെൻറ്ററിലേക്ക് എന്തോ കാര്യത്തിന് വന്നതാണ്. പൊടുന്നനെ കുഴഞ്ഞ് വീണ് മരണപ്പെടുന്ന ആ ഒരു രംഗം ഞാൻ കണ്ടിട്ട് ഭയങ്കര ഷോക്കായിപ്പോയി. പടച്ചോനെ, ഒരു കുഴപ്പവും ആ കുട്ടിക്കില്ല. അതിൻ്റെ ഒരു CCTV ദൃശ്യങ്ങളുണ്ട്. ആ കുട്ടി പൊടുന്നനെ അങ്ങോട്ട് കുഴഞ്ഞ് വീഴുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു ആ പെൺകുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. എന്താ സംഭവം എന്നറിഞ്ഞൂടാ. മറ്റേ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കുട്ടിക്കുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ദുആ ചെയ്യുക. ഞാൻ ഈ രംഗം കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ആ ഒരു നിമിഷം നമ്മുടെ മരണം ഇപ്പോഴാണ് വരും, നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അവരാ ഒരു ഗ്ലോബൽ ടെക്കിലേക്ക് വരുമ്പോൾ അവരെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നു. കൂടെ ആളുകളുണ്ട്, അവരെന്തോ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്നു. കുറഞ്ഞ നിമിഷങ്ങൾക്കകം ആൾ കുഴഞ്ഞു വീഴുന്നു. ഉടൻ തന്നെ എല്ലാവരും ഓടിക്കൂടി താങ്ങിയെടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊരു കാഴ്ച. പടച്ചോനെ, നമ്മളെപ്പോഴും ദുആ ചെയ്യുക. എവിടെ വെച്ചിട്ടാണ് നമ്മുടെ മരണം എന്നുണ്ടെങ്കിലും ഈമാനോട് കൂടി മരണപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. റഫീഖിൻ്റെയും ഷമീറയുടെയും മകളാണ് ഈ ഫാത്തിമാറന. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന കണ്ണൂർ പാനൂരുള്ള ആളുകളൊക്കെ ഈ വിഷയം അറിയുന്ന ആളുകളായിരിക്കും. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഈ പെട്ടെന്ന് കുഴഞ്ഞ് വീണ് മരണപ്പെടുന്ന ഒരുപാട് വാർത്തകൾ. ഇപ്പോൾ നിലമ്പൂർ എടക്കരയിൽ ഇതുപോലെ ഒരു പെൺകുട്ടി തന്നെ ഇതേപോലെ, അവർക്കും 19 വയസ്സാണ് ഉണ്ടായിരുന്നുള്ളൂ. പൊടുന്നനെ കുഴഞ്ഞ് വീണ് മരണപ്പെട്ടു എന്നുള്ളത്. മരിക്കാനൊന്നൊരു കാരണം, ആത്മീയപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മരണപ്പെടാൻ അള്ളാഹുവിൻ്റെ സമയം എത്തിയാൽ മതി. എന്നാലും ഭൗതികമായിട്ടൊരു കാരണം ഉണ്ടാവില്ലേ? പെട്ടെന്നുള്ളൊരു സൈലൻ്റ് അറ്റാക്കോ മറ്റെന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പുള്ളൊരു കാര്യം എന്താണെന്നറിയോ? മരണം. നമുക്കത് ഉറപ്പാണ്. പക്ഷേ എപ്പോഴാണ് അതിൻ്റെ സമയം എന്ന് അറിഞ്ഞുകൂടാം. അതുകൊണ്ട് നമ്മളെല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറുക. ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കങ്ങളുണ്ടെന്നുള്ളത് ഒഴിവാക്കാം. നമ്മൾ ആ ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്ന സഹോദരി കൂടിയാണ് ആ കുട്ടിക്കുള്ളത്. ആ ഒരു കുടുംബത്തിന് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്കൊരു അപകടം സംഭവിക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്. അത് ഉൾക്കൊള്ളുക എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ്. അത്തരമൊരു ദുരന്ത സാഹചര്യത്തിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വിസാൽ മീഡിയ കാണുന്ന നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും, പല ജാതി വിശ്വാസക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു ആ പെൺകുട്ടിക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള നമ്മുടെ പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ പറയാൻ ഉദ്ദേശിച്ചത്, എൻ്റെ നാട്ടിലേക്ക് ഇബ്രാഹിം സഖാഫി പുഴുക്കാട്ടിരി എന്നുള്ള ഉസ്താദ് വന്നൊരു വിശേഷമാണ്. അപ്പോൾ ഞാൻ ഉസ്താദിനെ പരിചയപ്പെട്ടത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഉസ്താദിൻ്റെ വോയിസ് അവർ ഉപയോഗിച്ചിരുന്നു. അതിനെതിരെ ഞാൻ വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ ഉസ്താദിൻ്റെ നമ്പർ കിട്ടുന്നതും ഉസ്താദിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഉസ്താദ് കാണുകയും അറിയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ എൻ്റെ മഹല്ലിൽ +2 ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങും അതോടൊപ്പം ഒരു പ്രഭാഷണവും സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ കളച്ചൽ ഓഡിറ്റോറിയത്തിലാണ് പ്രഭാഷണം. അപ്പോൾ ഉസ്താദിനെയാണ്, ഇബ്രാഹിം സഖാഫി ഉസ്താദിനെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉസ്താദിനെ ഒരു പോസ്റ്റ് ഇട്ടു വാട്സപ്പിൽ, എൻ്റെ മഹല്ലിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ 10-22 കൊല്ലമായിട്ടൊരു മതപ്രഭാഷണം ഞാൻ കേൾക്കലില്ല. എൻ്റെ ഗുരുനാഥൻ്റെ പ്രഭാഷണം അത് ആഴ്ചയിൽ 1-2 തവണ ഉള്ളതുകൊണ്ട് തന്നെ അതാ ഞാൻ കേൾക്കലുള്ളൂ. കാരണം 10-25 വർഷമായി, 23 വർഷമായിട്ട് അങ്ങനെയാണ് എൻ്റെ ഒരു ശീലം. ഒരു പ്രഭാഷകൻ്റെയും ഒരു മതപ്രഭാഷണം ഒന്നും ഞാൻ കേൾക്കലില്ല. കാരണം എൻ്റെ ഗുരുനാഥൻ്റെ പ്രഭാഷണം തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. വേറെ ഒന്നും അതിൽ ഇടകലരണ്ടാന്ന് കരുതിയിട്ട് ഞാൻ അതുമാത്രമാണ് കേൾക്കൽ. അപ്പോൾ ഞാനിത് സോഷ്യൽ മീഡിയ വഴിയും ഈ ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളൊന്നും ഞാൻ കേൾക്കലില്ല. അങ്ങനെ 1-2 വാർത്തകൾക്ക് വേണ്ടി കുറച്ച് ശകലങ്ങളൊന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ. ഇപ്പോൾ ഇബ്രാഹിം സഖാഫി പുഴുക്കാട്ടിരി എന്ന് പറഞ്ഞാൽ നല്ല പ്രഭാഷകനാണ്, നമുക്കറിയാം, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു 10 മിനിറ്റ് ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി, 10 മിനിറ്റ് ഒന്ന് കേട്ടേക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഓഡിറ്റോറിയത്തിൽ ചെന്നു.
എൻ്റെ റബ്ബേ അടിപൊളി എന്ന് പറഞ്ഞാൽ എത്രമാത്രം വായനാശീലമുള്ള ഒരാളാണ് ഉസ്താദ് എന്നറിയോ. ഉസ്താദിൻ്റെ ആ പ്രഭാഷണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യകാരൻ ഉസ്താദ് കോട്ട് ചെയ്തു, TV കൊച്ചുബാവയുടെ വൃദ്ധസദനം. ഞാൻ പഠിക്കുന്ന കാലത്ത് വായിച്ചൊരു പുസ്തകമാണ്. അതിൻ്റെ റേഡിയോ നാടകം വരെ ഞാൻ കേട്ട ഒരാളാണ്. അങ്ങനെ ഒരുപാട് പുറത്തുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന നല്ല വായനാശീലമുള്ള ഒരു ഒഴുകുന്ന പുഴ പോലെ സൗന്ദര്യമുള്ള ഒരു പ്രഭാഷണം. ബഹളങ്ങളില്ല, അലർച്ചകളില്ല, ആക്രോശങ്ങളില്ല, മറ്റൊരു കുറ്റം പറച്ചിലില്ല, ഇകഴ്ത്തലുകളില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഫ്രീക്കന്മാരെ പോലും ഉൾക്കൊള്ളിക്കുന്ന ഇന്നത്തെ കാലഘട്ടം കേൾക്കേണ്ടുന്ന ഒരു പ്രഭാഷണം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ മണിക്കൂറുകളോളം ഒരു 9:15 വരെ, ഒരു 9:05 വരെ ഉസ്താദ് പ്രഭാഷണം നടത്തിയത്. ഞാൻ വിചാരിച്ചു ഉസ്താദ് എന്നെ മനസ്സിലാവില്ല എന്നുള്ള. ഉസ്താദ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാവർക്കും ഉസ്താദ് കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഊഴം കാത്തു നിന്ന് എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്കൊന്ന് കണ്ടിട്ടൊരു സലാം പറഞ്ഞിട്ട് പോവാലോ. ഉസ്താദ് ഇങ്ങോട്ട് കണ്ട പാട് എൻ്റെ റബ്ബേ ഞാൻ ഞെട്ടിപ്പോയി. ഉസ്താദിന് 2 മുസാഫാത്ത് ചെയ്യാമെന്ന് മാത്രമല്ല എന്നെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്തിട്ട് ആ ഉസ്താദിൻ്റെ ചുംബനം കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു സ്നേഹം, ഒരാളെ സ്നേഹം, അതും ഇത്രയും പ്രഭാഷണം നടത്തുന്നത്, ഞാനൊന്നുമല്ല സീറോ ആയ എന്നെ ഉസ്താദ് ചേർത്ത് പിടിച്ചിട്ട് അത് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞ് എൻ്റെ കണ്ണ് നിറഞ്ഞു. പിന്നെ ഉസ്താദിൻ്റെ കൈ വിട്ടില്ല. എൻ്റെ കൈ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ ഒരു ഓഡിറ്റോറിയം വഴി അങ്ങനെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴും ഉസ്താദ് പിടിച്ചിട്ട് വിടണില്ല. ഉസ്താദ് പലരോടും ഉസ്താദ് സംസാരിക്കുന്നുണ്ട്, കമ്മിറ്റിക്കാരോട് സംസാരിക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ ഖത്തീബിനോട് സംസാരിക്കുന്നുണ്ട്, സദറിനോട്. അപ്പോഴൊന്നും ഉസ്താദിൻ്റെ കൈ വിടണില്ല. അങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞത് ഈ പാടത്തപ്പുറത്താണ് എൻ്റെ ഒരു വീട്, വന്നാൽ ഇൻഷാ അല്ലാ കഞ്ഞൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉസ്താദ് ചിരിക്കണം. അപ്പോൾ ഉസ്താദിനെ ഞാൻ കണ്ട പോലെയല്ല, ഭയങ്കര സിമ്പിൾ, പാവം, ഡ്രൈവറൊന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെയാണ് വണ്ടി ഓടിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിസാമിയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഉസ്താദിന് അതിനേക്കാളേറെ സന്തോഷം. ഉസ്താദ് പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു ഉസ്താദ് നിങ്ങൾ ദ്വാരക്കാനോട്ടോന്ന്. ഇന്ന ഉസ്താദിനെ വിളിച്ചിട്ട് ഞാൻ കുറേ ചിരിച്ചു. എൻ്റെ മനസ്സിൽ വല്ലാത്തൊരാകർഷിപ്പിച്ച ഒരു പ്രഭാഷണമാണ് ഇബ്രാഹിം സഖാഫി പുഴുക്കാട്ടിയുടെ പ്രഭാഷണം. അതിലൊരുപാട് കാര്യങ്ങൾ, സ്ത്രീകൾ കേൾക്കേണ്ട കാര്യങ്ങൾ, കുടുംബിനികൾ കേൾക്കേണ്ട കാര്യങ്ങളും, യുവാക്കൾ കേൾക്കേണ്ട ഒക്കെ ഒന്നിച്ചിട്ട് ഉസ്താദിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ. പല പ്രഭാഷകരും സ്വീകരിക്കേണ്ട ഇതാണ് ശൈലിയാണ് ഉസ്താദ്. ഒന്നാമത് ഉസ്താദിന് നല്ല വായനയാണ്, നല്ല അറിവാണ്, മറ്റു മതങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ട്. അതോടൊപ്പം തന്നെ വൈഡായിട്ട് വായിക്കുന്ന ഒരുപാട് നല്ല നല്ല എഴുത്തുകാരെ വായിക്കുന്ന ആളാണ്. പിന്നെ കാലികമായിട്ട് എല്ലാ അപ്ഡേഷൻ അറിയുന്ന ഒരാളാണ്. കാരണം എന്ത് വിഷയങ്ങളുടെയും സോഷ്യൽ മീഡിയയിലുള്ള പല ഇഷ്യൂസുകളും ഉസ്താദിന് അറിയാം. അതറിയാമെന്ന് പറയാൻ കാരണം ഉസ്താദ് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അപ്പോൾ അത്തരം ഒരാൾക്ക് മാത്രമാണ് സമൂഹത്തിനെ ഉണർത്താൻ കഴിയുക. അങ്ങനെ ഉണർത്താൻ കഴിയുന്ന ഒരു പ്രഭാഷണമായിട്ടാണ് എനിക്ക് ഉസ്താദിൻ്റെ പ്രഭാഷണം തോന്നിയത്. എന്തായാലും ഉസ്താദ് കാറിൽ കയറുന്നത് വരെ എൻ്റെ കൈ പിടിച്ചിട്ട് ഉസ്താദ് പിന്നെയും എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ സ്നേഹം പങ്കിട്ടിട്ടാണ് ഉസ്താദ് പോയത്. ഉസ്താദ് പറഞ്ഞു ഒരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് നിങ്ങൾ പറഞ്ഞ് ഇപ്പം എന്നോട് ഉസ്താദ് പറഞ്ഞ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കും. ഉസ്താദ് പറഞ്ഞ് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ലല്ലോ, നല്ല ചെറുപ്പാണല്ലോ എന്ന് പറഞ്ഞു ഉസ്താദ്. അപ്പം ഞാൻ പറഞ്ഞു അതെ ഏറെക്കുറെ ഞാൻ എങ്ങനെ എൻ്റെ സന്തോഷം പങ്കുവെക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇബ്രാഹിം സഖാഫി പുഴുക്കാട്ടിൽ ഉസ്താദിനെ നേരിൽ കണ്ടൊരു സന്തോഷം പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാൻ വിചാരിച്ചത്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കണ്ണൂരുള്ള ഈ പാനൂരുള്ള ഈ കുട്ടിയുടെ മരണം ഞാൻ അറിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇബ്രാഹിം സഖാഫി പുഴുക്കാട്ടിനെ നേരിട്ടിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ചവരുണ്ടോ? എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എവിടെ ഉണ്ടെങ്കിലും ഇനി മിസ്സാക്കരുത് കേട്ടോ. ഞാൻ ഇൻഷാ അല്ലാ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്ക് സമീപത്തുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പോവും. കാരണം നല്ല പ്രഭാഷണമാണ്. നമ്മൾ കാലികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, അറിയേണ്ടുന്ന കാര്യങ്ങൾ ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇബ്രാഹിം സഖാഫി ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ട ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസ്കാരിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. ചിലരൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉസ്താദുമാരെ പിന്നാലെ നടന്ന് പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെ പ്രഭാഷണങ്ങൾ പണ്ടൊക്കെ കേട്ടിരുന്നു. പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ, അത് മമ്പീതിയുടെ പ്രഭാഷണങ്ങൾ, മമ്പീദ് ഉസ്താദിൻ്റെ, പിന്നെ മുള്ളൂർക്കരയുടെ പ്രഭാഷണങ്ങൾ, സമദാനിയുടെ സമദാനിയൊക്കെ നമ്മൾ ഒരുപാട് കുട്ടിക്കാലത്താണ്, എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ള പ്രഭാഷണങ്ങളൊക്കെ കേട്ടിരുന്നു. പക്ഷേ എനിക്കൊരു ഗുരുവിനെ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ആ ഗുരുവിൻ്റെ വാക്കുകൾ മാത്രമാണ് ഞാൻ ഒരു വയതായിട്ട് ഞാൻ കേൾക്കലും, മതപ്രഭാഷണമായിട്ട് കേൾക്കലും, മറ്റൊരു മതപ്രഭാഷണവും കേൾക്കലില്ല. അപ്പോൾ കുറേ വർഷത്തിന് ശേഷം, 10-23 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്രഭാഷണം ഞാൻ നേരിൽ കേൾക്കുന്നത്, കാണുന്നത്. മാഷാ അല്ലാഹ്, ഒരു സന്തോഷമാണ് പങ്കുവെക്കുന്നത്. അതോടൊപ്പം നമ്മൾ ആ കണ്ണൂർ പാനൂരത്ത് ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യുക. സ്വർഗ്ഗത്തിൽ ഉന്നത പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ.